പിന്നെ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ആ തിരിച്ചടി അതിഗംഭീരമായി. ഇങ്ങനെയുള്ള ആരുടെയും ഭീഷണിക്ക് മുമ്പിൽ ഞങ്ങൾ വഴിപ്പെടുകയില്ല, വകവയ്ക്കുകയില്ല എന്നൊക്കെയാണ് ദീപികയും പിതാവും പറയുന്നത്. ഈ ഈരാറ്റുപേട്ടയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഈ അരമനയ്ക്ക് നേരെ സമരം ചെയ്തപ്പോൾ ലോഹയിൽ മൂത്രമൊഴിച്ച ആളുകളാണ് പാലായിലെ ധീരന്മാരായ വൈദികന്മാർ. അതൊക്കെ മറന്നു പോരുത്. കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് കാഞ്ഞിരപ്പള്ളി മെത്രാനാണെങ്കിൽ പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥി ആരാണ് തീരുമാനിച്ചത് എന്നുള്ള കാര്യം തിരുമേനിമാരെ ഒന്നുകൂടി ആലോചിച്ച് നോക്കിയാൽ കാര്യം മനസ്സിലാവും. ഒരു രാത്രി കൊണ്ട് നേരം വെളുക്കയില്ല പിതാവേ. നമ്മളൊക്കെ ഈ നാട്ടിൽ തന്നെ ഇനി ഒരുപാട് കാലം ജീവിക്കേണ്ടവരാണ്. ഇനി ഇവിടെ കിടന്ന് ചില തിരുമേനിമാർ കുറച്ചാലോ വെള്ളം കൂട്ടിയാലോ ഒന്നും അമിത്ഷായും നരേന്ദ്രമോദിയും എടുത്ത തീരുമാനത്തിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഈ 2.5%, 2.25% ക്രിസ്ത്യാനികളുടെ വോട്ടുകൊണ്ടല്ലല്ലോ BJP-കാർ ഇന്ത്യ ഭരിക്കുന്നത്. ഈ വക പിത്തലാട്ടമൊക്കെ പഴയ കാലത്ത് നടക്കുമായിരുന്നു, ഇനിയും നടക്കും എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിഡ്ഢികളുടെ പർദ്വീസയിലാണ് ജീവിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ PC ജോർജ് മാത്രമല്ല,